ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. ഇവിടെ നടക്കുന്നത് സപ്തഭാഷ സംഗമഭൂമി തുളുനാടിന്റെ മണ്ണ് എന്നറിയപ്പെടുന്ന കുമ്പളയിൽ രാവിലെ ജില്ലാ പ്രസിഡന്റ് പതാകയോടുകൂടി സമ്മേളനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഫോട്ടോ പ്രദർശനവും ട്രേഡ് ഫെയറും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പൊതുസമ്മേളന വേദിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷക്കാലം സംഘടന ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗത്തും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ പ്രവർത്തിച്ചുകൊണ്ട് സംഘടനാപരമായ രീതിയിലുള്ള ജില്ലയിലെ തന്നെ മുൻകാല ഫോട്ടോഗ്രാഫറും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന വി ചന്ദ്രനൊക്കെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ സമയം വൈകിട്ട് എത്രയോ ദൂരം പിന്നിട്ട് സമ്മേളനം ജില്ലയിലത് എവിടെയാണോ ജില്ലാ സമ്മേളനം നടക്കുന്നത് ആ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേരേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ അംഗത്തിനും എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിറഞ്ഞ് തുളുമ്പുന്ന ഈ സദസ്സ്. തീർച്ചയായിട്ടും യുവത്വത്തിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ സംഘടനാപരമായി ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള കുറവുകളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് വർണ്ണാഭമായ രൂപത്തിൽ ഈ സമ്മേളനങ്ങളോട് നടന്നപ്പോൾ അതിലെ പ്രസിഡന്റായിരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ ആകാശ് ഓഡിറ്റോറിയത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയപ്പോൾ അന്ന് നമ്മുടെ മനസ്സിൽ രൂപം കൊണ്ട ആഗ്രഹമായിരുന്നു കാസർഗോഡ് ജില്ലയ്ക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ്. അന്ന് മുതൽ ഇന്നോളം അതിനു വേണ്ടുന്ന സ്വരുക്കൂട്ടലുകളും ഒത്തുചേരലുകളും ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും അതിനിടയ്ക്ക് വന്ന മഹാമാരിയും നമ്മൾ പബ്ലിക്കിൽ നിന്നോ മറ്റുള്ള ആളുകളിൽ നിന്നോ ഏത് കമ്പനിക്കാരിൽ നിന്നോ ഒരു രൂപ പോലും ഡൊണേഷൻ വാങ്ങിക്കാതെ നമ്മുടെ അംഗങ്ങളിൽ തന്നെ പണം കണ്ടെത്തിക്കൊണ്ട് ഒരു ഓഫീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ മുന്നേറിയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ ടൈമും KC എബ്രഹാമിനെ പോലുള്ള നിങ്ങൾ തന്നെ അതിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹത്തോട് അനുസരിച്ചുള്ള നിങ്ങളുടെ അകമഴിഞ്ഞ
സ്ഥാനത്ത് നിന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റിന് 2 വർഷം പൂർത്തീകരിച്ച് ചാരിതാർത്ഥ്യത്തോടുകൂടി അറിയാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ജില്ലയുടെ ആരാധനായ ജില്ലാ കളക്ടർ പതിർദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടനങ്ങളിൽ ഒരു ജില്ലാ സമ്മേളനങ്ങളിൽ പോലും പങ്കെടുക്കുന്നതിനേക്കാൾ ഏറെ ആളുകൾ 10-ഓളം ആളുകൾ പങ്കെടുത്തു ആ ചടങ്ങിൽ. മുഴുവൻ ആളുകളെയും അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്തു മറ്റ് ഓഫീസിലേക്ക് വേണ്ട വിവിധ സാധനങ്ങളടക്കം സ്പോൺസർഷിപ്പ് ചെയ്തുകൊണ്ട് യൂണിറ്റുകളും വ്യക്തികളും അടക്കം മുൻപോട്ട് കടന്നു വന്നത് ഒരാളും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട്. അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയുന്ന ഒരു കാര്യം കൂടി, ഒത്തിരിയേറെ ആളുകൾ ഇതിന്റെ ആരംഭകാലത്ത് തന്നെ സ്പോൺസർ ചെയ്തിട്ട് ഒത്തിരിയേറെ തുകകളുണ്ട്. സാമ്പത്തിക പരാധീനതകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ഭവനമാണോ എന്നുള്ള തിരിച്ചറിവോടുകൂടി അത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും ഒരു 2000 രൂപയെങ്കിലും കൊടുക്കണമെന്നുള്ള കഴിഞ്ഞ വർഷത്തെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സ്നേഹത്തോടും അവരുടെ കുടുംബാംഗങ്ങളെയും അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ആവിർഭാവം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ പദ്ധതിയിൽ നമുക്കറിയാം ഈ വർഷം 9,100,000 രൂപ ഇതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇതിൽ അംഗമായിട്ടുള്ള ഓരോ അംഗവും വേർപെട്ടു പോകുമ്പോൾ അവർക്ക് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നാം സ്വരൂപിച്ച് നൽകുന്നുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടു കൂടി പറയുമ്പോൾ സ്വാതന്ത്ര്യ ചെയർമാനിവിടെ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുമെങ്കിലും എൻ്റെ ജില്ലയിൽ ഒത്തിരിയേറെ ആളുകൾ ഇപ്പോഴും 2,600 രൂപയിലേറെ മൈനസ്. ശ്രീ KC എബ്രഹാം ജില്ലാ പ്രസിഡന്റ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, വേദിയിലുള്ള ആദരണീയരായ വ്യക്തികളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ സന്തോഷത്തിന് വേറെ ചില കാരണങ്ങളാണ്. അതിലൊന്ന്, ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായ സന്തോഷമാണ്. നേരത്തെ ദിനേഷ് ഇൻസൈറ്റ് എന്നെ വിളിച്ച് ഇങ്ങനൊരു പരിപാടിയോട് വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വരാമെന്ന് ഏറ്റതാണ്. പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ സാധാരണ ഏതൊരു സമ്മേളന സ്ഥലത്തും 5-10 പേര് സംഘാടകരായി ഓടി നടക്കുന്നുണ്ടാവും, ബാക്കിയൊക്കെ കാഴ്ചക്കാരായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാവരും ചെറുപ്പക്കാരായി മാറുകയും ഭാരവാഹികൾ മാത്രമല്ല മറ്റുള്ളവരും ചേർന്ന് നിൽക്കുന്ന ഒരു അസാധാരണമായ ഒരനുഭവം എനിക്ക് ഫീൽ ചെയ്തു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാനത് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. രണ്ടാമത്, മറ്റൊരു വ്യത്യസ്തത, ഇവിടെ മനോഹരമായ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ലോകത്തെ മനുഷ്യരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സന്തോഷമായിട്ടിരിക്കുവാൻ എത്ര നല്ലതാണ് എന്ന പരസ്യവാചകം പോലും നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മനുഷ്യരെ, പ്രത്യേകിച്ച് മലയാളികളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഫോട്ടോഗ്രാഫി എന്ന കല കൈയാളുന്ന കലാവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ എല്ലാം അസാധാരണമായ നിമിഷങ്ങളെ, അത് കല്യാണത്തിൻ്റെതാവാം, ജന്മദിനത്തിൻ്റെതാവാം, അല്ലെങ്കിൽ മറ്റൊരു സാധാരണ നിമിഷത്തിൻ്റെതാവാം, അതൊക്കെ ഭംഗിയോടെ ഒപ്പിയെടുക്കുകയും അതവർക്ക് ഏറ്റവും ഹൃദ്യമായ ചടങ്ങുകളുടെ, കല്യാണത്തിൻ്റെ ഒക്കെ ഫോട്ടോ കാണാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ ഒരു നിമിഷത്തെ സാധ്യമാക്കി കൊടുക്കുകയും എല്ലാവർക്കും സന്തോഷം പകരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒന്നുകൂടി സുന്ദരന്മാരും സുന്ദരികളുമാക്കി മാറ്റി തികഞ്ഞവരാണ് നിങ്ങൾ. ഒന്നുകൂടി സന്തോഷം കൂടുതൽ കൊടുക്കാൻ കഴിയും, അല്ലെ? സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളത് മലയാളത്തിലെ എക്കാലത്തെ വിഖ്യാതമായ ഒരു നോവലിന്റെ ഉറവിന്റെ എഴുതുന്നവരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന
ഉദാത്തമായ, ഉജ്ജ്വലമായ, ഉത്കൃഷ്ടമായ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. പിടിച്ചു നിർത്താൻ ആരാലും സാധ്യമല്ല എന്ന് നമുക്കറിയാം. രാവിലെ തൊട്ട് സമയം ഇങ്ങനെ പോകുന്നു, ഓരോ സെക്കൻഡുകളായിട്ട് സമയം കുതിച്ചു പായുകയാണ്, ഓരോ മണിക്കൂറുകൾ കടന്നു പോകുന്നു. നമുക്കൊരിക്കലും നമ്മുടെ പ്രഭാതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമ്മുടെ ഇന്നലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നമുക്ക് ഭാവിയിലേക്ക് പോയേ പറ്റൂ. പോയ കാലം ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെടുക. ഞാൻ ഈ പറയുന്ന സെക്കൻഡുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവുകയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പക്ഷെ ആ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുകയും ആ അപ്രതിഹതമായി അനർഗളമായി പ്രവഹിക്കുന്ന കാലത്തെ നിശ്ചലമാക്കി അനശ്വരമാക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ കാലത്തിന്റെ തടവുകാരാണ്. കാലത്തിന്റെ തടവറയിൽ നിന്നും കൽപ്പനയുടെ സ്വാതന്ത്ര്യം കൊണ്ട് അതിനെ മോചിപ്പിക്കാനാണ് കലാകാരന്മാർ കലയിലൂടെ ശ്രമിക്കുന്നത്. എല്ലാ കലകളും കാലത്തിന്റെ ഒരു ചെണ്ട അടിക്കുന്നതാണ് എന്താ ചെയ്യുന്നത്? ചെണ്ട അടിയാണ്. ചിത്രകല കാലത്തെ ഒരു നിമിഷമാക്കി മാറ്റുകയാണ്. പക്ഷെ ചിത്രകലയായാലും എഴുത്തുകാരൻ ചെയ്യുന്നതും ഈ റിയാലിറ്റിയിൽ ഭാവന ചേർക്കും. പക്ഷെ കാലത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. സമയത്തെ നമ്മൾ അനുഭവിക്കുന്നത് പല വിധത്തിലാണ്. കാലം ഇലാസ്തികമാണ് എന്ന് ഐൻസ്റ്റീൻ 1905 പ്രത്യേകിച്ച് 1915 പൊതുവായി സമയം ഒരുപോലെയല്ല പോകുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. സമയം ഒരുപോലെയാണ് പോകുന്നത് എന്ന് സാധാരണക്കാര് ഭൂമിയോട് അടുത്ത പിണ്ഡമുള്ള വസ്തുക്കളുടെ അടുത്ത് സമയം മെല്ലെ പോകും. വിദൂരതയിൽ ഇരട്ട കുട്ടികളിൽ ഒന്ന് ബഹിരാകാശത്ത് പോയി താമസിച്ച് മറ്റേ കുട്ടി ഭൂമിയിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികളും 10-15 കൊല്ലത്തിന് ശേഷം കാണുകയാണെങ്കിൽ അവർ രണ്ട് പ്രായമായിരിക്കും. ഇതൊക്കെ സയൻസ് പറയുന്ന കാര്യമാണ്. പ്രപഞ്ചം ഓരോ നിമിഷവും അതിവേഗം ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് അതിവേഗം നമുക്ക് കണക്കൂട്ടാൻ പറ്റാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചുരുങ്ങാൻ തുടങ്ങുമ്പോൾ സമയം അല്ലെങ്കിൽ കാലം പിന്നിലോട്ട് പോകും. അപ്പോൾ ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യുന്ന ആള് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഒരു ചായ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയ കപ്പ് താനെ മേശപ്പുറത്തേക്ക് വരും. അതിൽ ചൂട് ചായ തണുത്ത ചായ ചൂടാവാൻ തുടങ്ങും. അങ്ങനെ ഇത് സയൻസ്, ഇത് ഫിക്ഷൻ അല്ല, നോവൽ പറയുന്നതല്ല. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അടുത്തടുത്ത് മരണപ്പെട്ടു പോയ ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. സമയം പിന്നിലോട്ട് സഞ്ചരിക്കും. അതായത് ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വലുതായി കൗമാരവും യൗവനവും പിന്നിട്ട് പ്രായമായി വയസ്സായി മരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അന്ന് ചിതയിൽ നിന്നും ഒരു മനുഷ്യൻ എണ്ണീറ്റ് വന്നിട്ട് ചെറുപ്പക്കാരനാവും, പിന്നെ കൗമാരക്കാരനാവും. അയാൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളുണ്ടാവും. കല്യാണം പിന്നെയാണ് കഴിക്കുക. കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് കല്യാണം കഴിക്കുക. പിന്നെ ചെറിയ കുട്ടിയാവും. പിന്നെ വളരെ ചെറിയ കുഞ്ഞായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകും. സയൻസാണ്, തിരിച്ചായിരിക്കും. പക്ഷെ അത് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം 10,000 കോടി വർഷം എന്നാണ് പ്രപഞ്ചം ചുരുങ്ങുന്നതിന് ഒരു കാലയളവായിട്ട് ഏകദേശം. ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇലാസ്തികമാണ്. നമ്മുടെ മനസ്സനുഭവിക്കുന്ന സമയം ഒരുപോലെ അല്ല. മരിച്ച വീട്ടിൽ നമുക്ക് സമയം പോവുകയില്ല. കല്യാണ വീട്ടിൽ സമയം വേഗം പോകും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ സമയം പെട്ടെന്ന് കടന്നു പോകും. 2 മണിക്കൂർ കടന്നു പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നിമിഷങ്ങൾക്ക് യുഗത്തിന്റെ ദൈർഘ്യമാണ് എന്ന് NT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ സമയത്തെ ഇലാസ്തികമായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലാസ്തികതയാണ് എഴുത്തുകാർ, കലാകാരന്മാർ പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ ഒരു സംഭവമല്ല. അത് യഥാർത്ഥമായിട്ട് ഒരു ഫോട്ടോഗ്രാഫി എനിക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോഴും ആ ഫോട്ടോയിലൂടെ എനിക്ക് ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. വേറെ ഒരു വഴിയും എനിക്ക് ഇല്ല. ആ ഓർമ്മകളെ എനിക്ക് തരുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അല്ലാതെ ഒരു +2 ഒക്കെ പഠിക്കുന്ന പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ പിന്നിൽ സ്കൂട്ടറിലൂടെ മുന്നിലോട്ട് പോകുമ്പോൾ എന്നെ മറികടന്നപ്പോൾ ആ കുട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചറിയാണ്. എനിക്ക് അറിയാത്ത കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ എന്റെ കഥ പഠിക്കുന്നത് കൊണ്ട് വലിയ കുട്ടികൾക്കൊക്കെ എന്നെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കാം. ആ കുട്ടിയെ തിരിച്ചറിയുകയും അച്ഛനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന എനിക്ക് കാർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് കാണാം മുന്നിലൂടെ.
തിരിഞ്ഞ് നോക്കുകയും ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. മനോഹരമായ ഒരു പുഞ്ചിരിയാണ് ഒരു എഴുത്തുകാരന് ആ എഴുത്തുകാരന്റെ കഥ വായിക്കുന്ന കുട്ടി തരുന്ന ഒരു സമ്മാനമാണ്. ഞാനത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും അല്ലെ, എല്ലാ അനുഭവങ്ങളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നമ്മൾ കണ്ട കാഴ്ചകളും എല്ലാം ചിത്രങ്ങളായിട്ടാണ് സൂക്ഷിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന സംഗതികളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ ഉള്ളിൽ ഇത് പറയുമ്പോൾ ഫോട്ടോ കാണാത്തവർ നമ്മളിൽ ആരും ഉണ്ടാവില്ല. ഒരു പഴയ സുഡാനിലെ തെരുവിൽ അതിഭയങ്കരമായിട്ട് പട്ടിണി പടർന്നു പിടിച്ചപ്പോൾ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ കഴുകൽ തൻ്റെ 1 വയസ്സോ 2 വയസ്സോ മാത്രം തോന്നിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കഴുകൽ വന്നിരിക്കുകയാണ്. ഏത് നിമിഷവും അത് തീറ്റ തുടങ്ങി. ലോകപ്രസിദ്ധമായ ചിത്രമാണ്, നിങ്ങളെല്ലാവരും ഓർക്കുന്ന ചിത്രമാണ്. കൽവിൻ കാർട്ടർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ നിങ്ങളായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചില്ല? എനിക്ക് ഫ്ലൈറ്റിന്റെ സമയമായിരുന്നു, അതുകൊണ്ട് എനിക്കതിന് നേരം കിട്ടിയില്ല. അതുവരെ കുറ്റബോധം ഉണ്ടാവാതിരുന്ന ആ ഫോട്ടോഗ്രാഫർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടാവുകയും അല്ലെ, വലിയ കുറ്റബോധം ഉണ്ടാവുകയും പിന്നെ അവസാനം ഈ മനുഷ്യൻ അടുത്ത 1 വർഷത്തിനകത്ത് ആ കുറ്റബോധം പെരുകി വന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇപ്പുറത്ത് മറ്റൊരു തുലാസിൽ കുഞ്ഞിന്റെ ജീവൻ ഉണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ അയാൾ ആ ചിത്രം ലോകത്തെ അറിയിക്കുമ്പോൾ കോടാനുകോടി മനുഷ്യർ ഈ ദുരന്തത്തെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മാനഭംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും പലർക്കും കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് പത്രങ്ങളിൽ പലർക്കും വന്ന റിപ്പോർട്ട്. അച്ചടിച്ചു വരുമ്പോഴേക്കും സമരം അപ്പോൾ നടക്കുന്നുണ്ട്. പ്രതി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഥയുമായിട്ട് അവിടെ സമരപ്പന്തലിൽ പോകുമ്പോൾ ഞാൻ കാണുന്നത് അലയുടെ പ്രവർത്തകരെ കഥ വായിക്കുന്നു. അതിന് തലേന്ന് കഥ അന്ന് തലേന്ന് കഥ ചൊവ്വാഴ്ച വന്ന ദിവസം എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഫോൺ കോളുകൾ വരുന്നു. കഥ വായിച്ചു കൊടുത്തു, ചില കോളേജുകളിൽ വായിച്ചു കൊടുക്കുന്നു, കുട്ടികൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം, ഒരു കഥ, ഒരു രചനയെ കുറിച്ചാണ് പറയുന്നത്, ഒരു കലാപ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിൽ കൂടെ വായിച്ചു കൊടുത്തു. 3 ക്ലാസ്സിൽ മാത്രമേ വായിച്ചു കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 1 രൂപയോ 2 രൂപയോ കൊണ്ടുവരിക നാളെ വരുമ്പോഴും കഥ ഇഷ്ടപ്പെട്ടവർ. എനിക്ക് കഥ എഴുതി കഴിഞ്ഞാൽ ആ കാലത്ത് ഒരു 2500 രൂപയാണ് കിട്ടുക. ഞാനിത് കഥ എഴുതുമ്പോൾ തന്നെ സഭയുടെ ഉമ്മക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് കുട്ടികൾ 1 രൂപയും 2 രൂപയും കൊണ്ട് വന്നില്ല. 5, 10, 100 ഒക്കെയാണ് കൊണ്ടുവന്നത്. ഈ 3 ക്ലാസ്സിലെ കുട്ടികൾ 3750 രൂപ കൊണ്ടുവന്നു. എനിക്ക് കിട്ടാവുന്ന പൈസയും ചേർത്തിട്ട് ഞാൻ നേരെ സമരപ്പന്തലിൽ പോവാണ്. സമരപ്പന്തലിൽ പോകുമ്പോൾ ഞാൻ കാണുന്നത് സഭയുടെ ഉമ്മ പർദ്ദ ധരിച്ച് റോഡിൽ പോയി കിടക്കുന്നു, പോലീസുകാരെ പിടിച്ചുകൊണ്ടുവരുന്നു. സഭയുടെ ഉപ്പ തളർന്നിരിക്കുന്നു. ഈ അച്ചടിച്ചു വന്ന കഥ അലയുടെ പ്രവർത്തകര് വായിക്കുന്നു, രാജകരികൾ വായിക്കുന്നു, പൂക്കാന മൃഗന്മാർ ആ കഥ വരക്കുന്നു. കഥ ഏതാണ്, ജീവിതം ഏതാണ് എന്ന് എനിക്ക് കുറച്ചു നേരം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ കഥ ഏതാണ്, ജീവിതം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി കാസർഗോഡ് സബ് ജയിലിലെ സന്തോഷം എന്ന് പറയുന്ന, എന്നാണ് എൻ്റെ ഓർമ്മ, സന്തോഷം എന്ന് പറയുന്ന പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കഥ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ സഫിയെ കുറിച്ചുള്ള കഥയാണല്ലോ എന്ന് തോന്നി. എൻ്റെ കഥയിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക, കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്ന കരുതപ്പെടുന്ന പ്രതിക്ക് വായിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് വേറൊരു പ്രതി വായിച്ചു കൊടുത്തു. ഈ കഥ വായിച്ചു കൊടുക്കുമ്പോൾ ഈ മനുഷ്യനിങ്ങനെ കേട്ടിരിക്കുകയും അയാളുടെ മുഖം വല്ലാതാവുകയും കഥ വായിച്ചു കഴിയുമ്പോഴേക്കും അയാൾ പൊട്ടി കരയാൻ തുടങ്ങുകയും ചെയ്തു അത്ര. അതായത് ഒരു 11 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുകയോ പലർക്കും കാഴ്ചവെക്കുകയോ നിർദാക്ഷിണ്യം പെരുമാറുകയോ നിർദാക്ഷിണ്യം കൊല്ലുകയോ മുറിച്ച് കഷ്ണങ്ങളാക്കി പുഴക്കരയിൽ കുഴിച്ചിടുകയോ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് തോന്നാത്ത കുറ്റബോധം അതൊരു ചെറിയ കഥ വായിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയും അയാൾക്ക് പൊട്ടിക്കരയാൻ അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിനാണ് കൽവിൻ കാർട്ടർ തനിക്ക് ചെയ്യാൻ പോയ താൻ ചെയ്ത ഉദാത്തമായ ഒരു കാര്യം ആ നിമിഷത്തെ ലോകം മുഴുവൻ എത്തിച്ചു. പക്ഷേ തനിക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക കൂടി ചെയ്യാമായിരുന്നു എന്നുള്ള കുറ്റബോധം കൊണ്ട് ആ മനുഷ്യൻ ജീവിതം തന്നെ ഉപേക്ഷിച്ചതാണ്. അതുപോലെ നേപ്പാൾ ദുരന്തത്തിലെ നന്ദിയായി നിലവിളിച്ചുകൊടുന്ന കുഞ്ഞിന്റെ ചിത്രം
അങ്ങനെ എത്ര അനശ്വരമായ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുടെയൊക്കെ എത്ര ചിത്രങ്ങൾ നിങ്ങളിൽ പലരും പകർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. മധുരാജ് അടക്കമുള്ള ആളുകൾ പകർത്തിയിട്ടുള്ള സൈന്യം അടക്കമുള്ള കവിത അടക്കമുള്ള ശിലാപതി അടക്കമുള്ള എത്രയോ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ. അപ്പം അങ്ങനെ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു കേവലമായ കലാരൂപം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ സാമൂഹ്യ ദൗത്യമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ട് പറയുന്നത്. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാൻ തോന്നുന്നത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആരും തെയ്യത്തെ നോക്കുന്നില്ല. അപ്പൊ ഞാൻ മാത്രമാണ് തെയ്യത്തെ നോക്കുന്നത്. അപ്പൊ തെയ്യം മുതിർന്ന കാരണവന്മാരെ വിളിച്ചിട്ടല്ലേ ചെറുപ്പക്കാരായ പ്രായം കുറഞ്ഞ ആളുകളിലേക്ക് വരുള്ളൂ. പക്ഷെ അന്ന് തെയ്യം ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന കാരണവന്മാരുടെ അടുത്തേക്കൊന്നും പോകാതെ നേരെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അകമ്പടി സന്തോഷമായി കേട്ടോ, വളരെ സന്തോഷമായി. മേഡം വന്നിരിക്കുന്നതായ ദിവസത്തിങ്കൽ കൂടി കാണാനുള്ള ഭാഗ്യമുണ്ടായി അല്ലേ? സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിൽ ആവാഹിക്കാമെന്ന് തോന്നിയല്ലോ, സന്തോഷമായി കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ തലവിളിക്കും. പക്ഷെ ഞാൻ മനസ്സിൽ പറയുന്നത് മൊബൈലിലൊക്കെ മറന്നുപോയി. അങ്ങനെ ഒരു കഥ 10-15 കൊല്ലം മുമ്പ് മാതൃഭൂമിയിൽ ഞാൻ എഴുതിയിരുന്നു. അപ്പൊ ക്യാമറ എന്നുള്ളതൊരു ഞാൻ വരുമ്പോഴേ ഷിബിനുമായിട്ട് കാരണം എന്നെ കൂടെ വന്ന ഷിബിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കാര്യം ഓർത്തത്, ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് അവിടെ 15 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാമറ ഒരു വിജനമായ സ്റ്റേഷനിൽ മറന്നുപോയി. അവിടെ പല സ്റ്റേഷൻ വിജനമാണ്. ചിലപ്പോൾ നമ്മളെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, മനുഷ്യരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വണ്ടിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ക്യാമറ എടുക്കണം. അപ്പോൾ മകൻ പറഞ്ഞു, പിന്നെ അതവിടെ കിടന്നോട്ടെ, അത് 2 ദിവസം വന്നു കഴിഞ്ഞാൽ 3 ദിവസം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും, ആരും പോകും. അതങ്ങനെയാണ് ജപ്പാന്റെ ഒരു രീതി എന്നാണ്. ഞാൻ അതെല്ലാം പറയാൻ തുടങ്ങി. ജപ്പാനെ കുറിച്ച് എന്നിട്ട് ഒരു പുസ്തകമൊക്കെ എഴുതി, ഞങ്ങൾക്ക് അവാർഡൊക്കെ കിട്ടി. ജപ്പാന്റെ ജീവിതം അത് മലയാള മാലികയിൽ സീരിയസ് ചെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരു അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം പറഞ്ഞു നിക്കോൺ ക്യാമറയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദുബായിൽ നിന്നാണ് ജപ്പാൻ നിർമ്മിതമായ ക്യാമറ വാങ്ങുന്നത്. കൂടി ക്യാമറ കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, നിക്കോൺ ആയിരിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷങ്ങൾക്ക് മുമ്പത്തെ അനുഭവമാണ്. അപ്പൊ അദ്ദേഹം ഈ ക്യാമറ വാങ്ങിച്ചിട്ട് ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ ലെൻസ് തകരാറ്. അദ്ദേഹം നെറ്റ് നോക്കിയിട്ട് ഈ ജപ്പാൻ കമ്പനിയുടെ അഡ്രസ്സ് എടുത്തിട്ട് ജപ്പാനിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. നിങ്ങളുടെ കമ്പനിയുടെ വാങ്ങിച്ചിട്ട് ലെൻസ് വാങ്ങിച്ചിട്ട് എനിക്ക് പണി കിട്ടി. ഒരു പ്രതീക്ഷയില്ല, വെറുതെ അയച്ചു. ഒരു മെയിലയക്കാൻ ചിലവൊന്നുമില്ല, അയച്ചു. അപ്പൊ ഈ പത്തനംതിട്ടക്കാരനെ വിളിച്ചിട്ട് പറയാണ്, പക്ഷേ ഒരു അത്ഭുതം, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പൊതി വന്നു. പൊതി ഒരു കത്താണ്. മാപ്പ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു ലെൻസ് അല്ല 2 ലെൻസ് ഫ്രീ ആയിട്ട് അയക്കുന്നു. ഒരു അനുഭവം നോക്കുക. ക്യാമറകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എന്തായാലും പിന്നെ മുസ്ലാഹീസിനെ പോലെയുള്ള ഉത്തരാധുനിക ചിന്തകന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിത്യമായ വർത്തമാനകാലത്തിന്റെ ഒരു കാലമാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ആദികളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ഇല്ലാത്ത തരത്തിൽ വർത്തമാനകാലത്തിൽ നീരാടുന്ന മറവിയുടെ ജലത്തിൽ നീരാടുന്ന ജനതയായിട്ട് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രമോഹിപ്പിക്കപ്പെടുകയും നാം നിത്യമായ വർത്തമാനകാലത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന സമയത്ത് കാലബോധം നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെടും. നാം മറവിയുടെ ആഭരണം ഗളമിഞ്ഞി പോലെ കഴുത്തിൽ ധരിച്ചു നടക്കുന്ന ഒരു ജനതയായി മാറുകയും ചെയ്യും എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ മറവിയെ മറികടക്കാൻ ചിത്രങ്ങൾ സഹായിക്കും. ഇതാ നിങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു, ഈ കാലം ഇങ്ങനെയാണ്, ഈ ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു എന്ന് നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ചിത്രങ്ങളാണ്. അത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇങ്ങനൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട്. മറ്റൊരു പരിപാടി ഇല്ലെങ്കിൽ ഞാൻ കുറേ നേരം കൂടെ സംസാരിച്ചേനെ. അങ്ങനൊരു ആവേശം എനിക്കിപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും അനൗചിത്യാതിരസ ഭംഗസ്യ കാരണം എന്ന് പറയുന്നത് പോലെ ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചവർക്കും കേട്ടവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി. ഈ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.
ജില്ലാ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. ഒരു ദിവസം തന്നെ പൊതുസമ്മേളനവും സംഘടനയ്ക്കും പ്രധാനമായ പൊതുസമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ പൊതുസമ്മേളനത്തിന് നമുക്ക് കൂടുതൽ സമയം കഴിയേണ്ടതില്ല എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം സംഘടന ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വരുന്ന ഒരു വർഷത്തേക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസമ്മേളനമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മർമ്മപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും നാളെ ഈ മേഖലയിലേക്ക് എന്ത് സംഭാവന കാസർഗോഡ് ജില്ലയ്ക്ക് നൽകാൻ വേണ്ടി സാധിക്കും എന്നതിൻ്റെ കൃത്യമായ സഹപ്രവർത്തകരോട് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെ വയസ്സുള്ള ആളുകൾ ഈ സമ്മേളനം വിട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ വയസ്സ് എന്ന് പറയുന്ന എത്ര തുകയാണോ അടക്കാനുള്ളത് അത് കൃത്യമായി ഈ സമ്മേളനത്തോട് യോജിപ്പുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നേതാക്കന്മാർക്കുള്ള ആ ഒരു പ്രസംഗത്തോടുള്ള താല്പര്യക്കുറവുകൊണ്ടും ആയിരിക്കില്ല. തീർച്ചയായും താഴെ നമുക്ക് ട്രേഡ് ഫെയർ വളരെ നല്ലൊരു ട്രേഡ് ഫെയർ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ കൂടിയാണ് ഞാൻ. അപ്പൊ തീർച്ചയായും ആ ട്രേഡ് ഫെയറിലൊക്കെ നമ്മുടെ അംഗങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉടനെ അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി കാണണം. അതിന്റെ സ്റ്റാളുകാരുടെ പരാതികൾ എടുത്തു പറയുന്ന ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും. അവിടെ അംഗങ്ങളുടെ നമ്മുടെ സ്റ്റാഫുകളിലേക്ക് അംഗങ്ങളുടെ ഗുണമുണ്ടായി. നമുക്ക് കുമ്പള മേഖലയിൽ വളരെ ഇതുണ്ടായിരുന്നു വെച്ചാൽ സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാം കൊണ്ടും പിന്നോട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് കുമ്പള മേഖല. അതുപോലെ തന്നെ ദൂരസ്ഥലത്ത് തന്നെ കുമ്പളയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ജനങ്ങൾ എത്തുമെന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു സദസ്സാണ് ഉദ്ഘാടന സമയത്ത് നമുക്ക് കാണാൻ കഴിച്ചതിന്. അതിനിവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഈ കുമ്പള മേഖലയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പക്ഷെ കുറച്ച് ആൾക്കാർ പ്രസംഗം കഴിഞ്ഞ വേദി വിട്ട് നോക്കി പോയിട്ടാണെന്നറിയില്ല. എന്നാലും വളരെ നന്നായിട്ട് പ്രേരണ ഒന്ന് ഒരു ബാലിച്ചോർക്കാൻ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഭക്ഷണം കൊടുക്കുക ಹಿರಿಯ ಹಾಗೂ ಪ್ರೀತಿಯ ಅಕ್ಕಂದರೇ ತಮ್ಮಂದರೇ ಎಲ್ಲರಿಗೂ ಸ್ನೇಹದ ಪ್ರೀತಿಯ ವಂದನೆಗಳು. ಅದೇ ರೀತಿ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಸುಗಳ ಇವರ ಸ್ವಾಮೀಜಿ ಪ್ರತ್ಯೇಕವಾದಂತಹ ಅವರಿಗೆ ಪ್ರಣಾಮ. ಯಾಕಂದ್ರೆ ಇಲ್ಲಿ ಕುಂಬಳೆ ಮೇಘಲೆಯಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗುವುದು ಕುಂಬಳೆ 3 ಯೂನಿಟ್ಗೆ ಸುಖದ ಒಂದು ಸಂತೋಷ. ಯಾಕಂದ್ರೆ ನಾವು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗುವಾಗ ಕಣ್ಣವರು ಕಾಸರವಾಡಿ ಹೋಗಬೇಕಾಗ್ತದೆ. ಇಲ್ಲಿ ಆಗುವಂಥದ್ದು ನಮ್ಮ ಸಂದರ್ಭ ತುಂಬ ಸಂತೋಷ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೀವೆಲ್ಲ ಹಾಗೆ ಯೋಚಿಸಿದ್ರಿ. ಕೆಲವೊಂದು ಒತ್ತಡಗಳಿದ್ರು ನಮ್ಮ ಕಾರ್ಯಕ್ರಮ, ನಮ್ಮ ಸಂಘಟನೆ ಕಾರ್ಯಕ್ರಮದ ದೃಷ್ಟಿಯಲ್ಲಿ ನೀವೆಲ್ಲ ಆಗಮಿಸಿದ್ರಿ. ನಿಮಗೆ പ്രത്യേകമുള്ള അഭിനന്ദനങ്ങൾ. അതേ രീതി 2 വാക്ക് മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് അറിയിക്കുകയാണ്. കൂടാതെ ഉദ്ഘാടന വേളയിൽ നല്ലൊരു ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ പൊതുവെ ആളുകൾ തോന്നും. ഏതായാലും നമുക്കറിയാം, മുൻകാലങ്ങളിൽ സമ്മേളനങ്ങൾക്ക് വനിതാ പ്രതിനിധിത്വം ഉണ്ടായിരുന്നില്ല. ഇന്ന് വനിതകൾ നിറഞ്ഞ സദസ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നല്ലൊരു ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ച ഞാൻ 2 വർഷം പ്രൊഫസറായിട്ടാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നീ എന്തുകൊണ്ട് പഠിക്കുന്ന ഞാൻ യാദൃശികമായിട്ടാണ് പ്രൊഫസർ സ്ഥാനത്തേക്ക് എത്തിയതെങ്കിലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ നിൽക്കാൻ വേണ്ടി
കാരണം ഈ ഒരു വർഷക്കാലങ്ങളിൽ നമുക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ മാത്രം കഴിവുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകളാണ്. എങ്കിലും ഞാനത് മുന്നിൽ നിന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു വർഷക്കാലത്തിനിടെ അത് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് കിട്ടാൻ സാധിച്ചു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. വളരെയധികം സന്തോഷം. ഇതിനൊക്കെ കാരണം ഇത് ഏറ്റെടുത്ത കുമ്പള മേഖലയോട് ഞാൻ ആദ്യമായി നന്ദി പറയണം. കാരണം അവർ ഈ പരിപാടി നമ്മൾ കുമ്പളയിൽ വെച്ച് അന്ന് മുതൽ ഓരോ കാര്യങ്ങളും എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെ തിടുക്കം കൂടെയാണ് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അവരൊക്കെ ഭംഗി ചെയ്യും. 2-3 ദിവസങ്ങൾ രാത്രി തന്നെ മെനക്കെട്ടിട്ട് നമുക്ക് ഈ ഒരു അലങ്കാര പണികൾ ചെയ്തത് അവർക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്.
City Gold, Gold and Diamonds, Kerala and Karnataka. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിന്മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka. The glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service.